ഹലോ എവരിവൺ, നമ്മളിപ്പോൾ ചണ്ഡീഗറിലാണുള്ളത്. പുതിയ സീറോ ഓടിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല തണുപ്പാണ് പുറത്ത്, 9 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൽ കാണിക്കുന്നത്. മൂന്നാർ ഒക്കെ പോലത്തെ ക്ലൈമറ്റ് ആണ്. ആൻഡ് ദ കാർ ഓൾസോ ഹാസ് എ മൂന്നാർ കണക്ഷൻ. ഇതിൻ്റെ കളറിൻ്റെ പേര് മൂന്നാർ മിസ്റ്റ് എന്നാണ്. ടാറ്റ ഈ ഒരു പുതിയ സീറയ്ക്ക് എല്ലാം കളറുകൾ ഇൻട്രസ്റ്റിംഗ് പേരുകളാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട ഒരു യെല്ലോ കളറിൻ്റെ പേര് കോൾഡ് ആൻഡമാൻ അഡ്വഞ്ചർ, അതുപോലെ റെഡ് ബംഗാൾ റോസ് എന്നാണ് ഇതിനെ പറയുന്നത്. അതുപോലെ തന്നെ യു ഹാവ് ദ കൂർഗ് ക്ലൗഡ് ആൻഡ് ദെൻ ദിസ് മൂന്നാർ മിസ്റ്റ്. ഇങ്ങനത്തെ പേരുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് വണ്ടിയായിട്ട് ഒരു കണക്ഷൻ തോന്നും. ഇപ്പോൾ മൂന്നാറിനൊക്കെ കേൾക്കുമ്പോൾ ഇറ്റ്സ് വെരി ക്ലോസ് ടു അവർ ഹാർട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു മനസ്സിലൊരു വാംത്തും ആ ഒരു ക്ലോസ്നെസ് ഒക്കെ ഇമീഡിയറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. സോ ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ മുഴുവൻ യൂസ് ചെയ്തേക്കുന്നത്. റൈറ്റ് ഫ്രം ദ നെയിം നമുക്ക് സിയറ എന്നുള്ള ഒരു പേരും ഈ ഒരു വണ്ടിയുടെ ഡിസൈനും എല്ലാം ഒറിജിനൽ സിയറയായിട്ട് ആ ഒരു നൊസ്റ്റാൾജിക് കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന രീതിയിലാണ് അവർ ഉണ്ടാക്കിയേക്കുന്നത്. ആൻഡ് ഇത് നമ്മൾ ഓട്ടോ ഇൻഡസ്ട്രിയിൽ സ്ഥിരമായി കാണുന്ന ഒരു ട്രെൻഡാണ്. ഇന്ത്യയിലും വിദേശത്തും നമുക്ക് കാണാൻ പറ്റും. പല മാനുഫാക്ചറേഴ്സും അവരുടെ പുതിയ പ്രോഡക്ട്സിന് പഴയ ഒരു വണ്ടിയുടെ ഒരു പേര്, ഒരു പഴയ ഒരു നെയിം പ്ലേറ്റ് അവർ റിവൈവ് ചെയ്തിട്ട് ആ ഒരു വണ്ടിക്ക് ആ ഒരു പേര് ഇട്ടിട്ട് ചില സ്റ്റൈലിംഗ് എലമെൻറ്റ്സ് ഒക്കെ സിമിലർ ആയിട്ടൊക്കെ കൊടുത്ത് രണ്ട് പർപ്പസാണ് സെർവ് ചെയ്യണത്. ഒന്ന്, കുറേ ആൾക്കാർക്കൊക്കെ ആ ഒരു നൊസ്റ്റാൾജിക് റീസൺസ് ഉണ്ടാവും ആ ഒരു വണ്ടിയായിട്ട് പണ്ട് ഉണ്ടായിരുന്ന ഒരു കണക്ഷനൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ മേ ബി ദേ വിൽ കൺസിഡർ ദാറ്റ്. അതല്ലെങ്കിൽ തന്നെ കുറേ പേര് ആ ഒരു വണ്ടി തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ കേസിൽ സിയറ തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിലൊക്കെ കുറേ പേര് സംസാരിച്ചിട്ടുണ്ട്. ഇതിന് വേറെ എന്തെങ്കിലും ഒരു പേരായിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ഇതിനെപ്പറ്റി മിണ്ടുകയും കൂടി ഇല്ല. കുറേ പേരൊക്കെ ടാറ്റയുടെ ഏതൊരു പുതിയ വണ്ടി ഇറങ്ങി എന്നുള്ള രീതിയിലേ പറയുള്ളൂ. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ഈ ഒരു പഴയൊരു പേര് യൂസ് ചെയ്തത് വഴി അവർക്ക് കുറേയധികം അറ്റൻഷൻ കിട്ടി, കുറേയധികം ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഷോർട്ട് കട്ടാണ് ബേസിക്കലി നമുക്ക് പെട്ടെന്ന് ഒരു വണ്ടി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. യു ക്യാൻ സി എ ലോട്ട് ഓഫ് മാനുഫാക്ചറേഴ്സ് ഡൂ ദാറ്റ്. ഇപ്പോൾ ഹ്യുണ്ടായി അവരുടെ സാൻഡ്രോ എന്നുള്ള ആ ഒരു നെയിം പ്ലേറ്റ് ആ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ടാറ്റ ഹാസ് ഓൾസോ ഡൺ ഇറ്റ്. സഫാരി എന്നുള്ള ആ ഒരു പേര് ഹാരിയർ പ്ലസ് എന്ന് വിളിക്കേണ്ടിയിരുന്ന ഒരു വണ്ടിയിൽ അവർ കൊടുത്തു. ചിലത് വർക്ക് ചെയ്യും, ചിലത് വർക്ക് ചെയ്യില്ല എന്ന് പറയുന്ന പോലെ പേരുകൊണ്ട് മാത്രമൊന്നും വണ്ടി രക്ഷപ്പെടില്ല. ബാക്കിയുള്ള വണ്ടിക്കും കുറേ ഗുണങ്ങളുണ്ടെങ്കിലേ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ടാറ്റ ഈ ഒരു സീറയുടെ കാര്യത്തിൽ കുറേയധികം പണിയെടുത്തിട്ടുണ്ട്. കർവിനെ പോലെയല്ല, ഒരു കുറവും വരാത്ത രീതിയിലാണ് ഈ ഒരു വണ്ടി അവർ ഉണ്ടാക്കിയേക്കുന്നത്. ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ സ്റ്റൈലിംഗ്. നമുക്ക് ഇറ്റ്സ് റിയലി വൈഡ്. ഈ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും ക്രെറ്റ സെഗ്മെൻ്റ് ആണ്. പക്ഷേ ആ ഒരു ക്രെറ്റയിലോ സെൽറ്റോസിലോ ഗ്രാൻഡ് വിറ്റാറയിലോ അങ്ങനത്തെ ഹൈ റൈഡറിലൊക്കെ കാണുന്നതിലും കൂടുതൽ സൈസ് ഉണ്ട് ഈ ഒരു വണ്ടി. നമുക്ക് കാണുമ്പോൾ റോഡ് പ്രസൻസ് തന്നെ ഭയങ്കര അടിപൊളിയാണ്. നല്ല പ്രപ്പോർഷൻസ് ആണ്. ആ ഒരു 2 ബോക്സ് SUV പ്രപ്പോർഷൻസ് അവർ കറക്റ്റായിട്ട് നെയിൽ ചെയ്തിട്ടുണ്ട്. കുറേ ഇൻ്റർനാഷണൽ SUV-ലൊക്കെ ഉള്ള പോലത്തെ സ്റ്റൈലിംഗ് ഫ്ലറിഷസ് ഒക്കെ ഉണ്ട്. ഷോർട്ട് ഓവർ ഹാങ്സ് ആണ്, വലിയ വീൽസ് ആണ്. ആൻഡ് ഒറിജിനൽ സീറയായിട്ട് സിമിലാരിറ്റി തോന്നുന്ന പോലത്തെ കുറച്ച് സ്റ്റൈലിംഗ് എലമെൻസും കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ബി പില്ലറും അത് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു റാപ്പ് അറൗണ്ട് ഗ്ലാസിൻ്റെ എഫക്റ്റ് തോന്നുന്ന പോലത്തെ ആ ഒരു ബോഡി പാനൽസും. അത് ശരിക്കും പറഞ്ഞാൽ റാപ്പ് അറൗണ്ട് ഗ്ലാസ് ഒന്നല്ല, മുകളിൽ ബ്ലാക്ക് അടിച്ചേക്കാണ്. ഒറിജിനൽ സീറയിൽ യു ഹാഡ് ദ ഫുൾ ഗ്ലാസ് ആ ഫിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലത്തെ ബിറ്റൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു വണ്ടിയിൽ അവർ ചെയ്തിട്ടില്ല. ഇത് 5 ഡോർ ആണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിൽ ഡോർസും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ടാറ്റ പറയുന്നത് ഇപ്പോൾ അങ്ങനെയൊന്നും വണ്ടി ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം സേഫ്റ്റി വലിയൊരു കൺസേൺ ആണ്. ഇപ്പോൾ നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ മുകളിൽ തിക്കായിട്ടുള്ള റോൾ ഓവർ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതുപോലെ തന്നെ എയർ ബാഗ്സ് ഹൗസ് ചെയ്യാനുള്ള സ്പേസ് വേണം. അപ്പോൾ അവിടെ ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ഓൺലി ഡ്യൂ ടു കോസ്റ്റ്, അതുപോലെ ഡിസൈൻ ലിമിറ്റേഷനൊക്കെ കാരണം ചെയ്യണതാണ്. റോൾ ഓവർ പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്കായിട്ടൊക്കെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ കൺവേർട്ടിബിൾസിനും എയർ ബാഗ് ഒക്കെ ഉണ്ട്. സൈഡിൽ കർട്ടൻ എയർ ബാഗ്സ് ഒക്കെ ഡോറുമെന്നും ഈ ഒരു സൈഡിൽ നിന്ന് വരുന്ന പോലെയൊക്കെ തന്നെ കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇവരുടെ കയ്യിലുള്ള സ്റ്റാൻഡേർഡ് എയർ ബാഗ് കമ്പോണൻസും സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്തതാണ്. ആൻഡ് ആ ഒരു ബ്ലാക്ക് അപ്ലേക്ക് മാറ്റി അത് ബോഡി കളറാക്കി, അല്ലെങ്കിൽ ഫുൾ റൂഫ് നമ്മൾ ഡ്യുവൽ ടോൺ കൊടുത്ത് ഈ ഒരു ബി പില്ലറൊക്കെ ബ്ലാക്ക് ആക്കി കഴിഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് ലുക്സ് ലൈക്ക് എനി അതർ 5 ഡോർ SUV. അപ്പോൾ ആ ഒരു സിൽ ഔട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ ഒരു സീറയായിട്ട് സിമിലാരിറ്റി തോന്നാൻ വേണ്ടിയിട്ട് അവരൊരു സ്കോഡ യെറ്റി സ്റ്റൈൽ ബി പില്ലറും അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫുൾ ബ്ലാക്ക് റാപ്പ് റൗണ്ട് ഗ്ലാസും യൂസ് ചെയ്തെന്നുള്ളൂ. ടെയിൽ ഗേറ്റിൻ്റെ സ്റ്റൈലിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വളരെ വെർട്ടിക്കലായിട്ടുള്ളൊരു ടെയിൽ ഗേറ്റ് ആണ്. അതിൻ്റെ ഓവറോൾ ഡിസൈൻ നമുക്കൊരു ലാൻഡ് റോവർ ഡിസ്കവറി ഇൻസ്പയർഡ് ആയിട്ടൊക്കെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഫെൻഡേഴ്സൊക്കെ ചാടി നിൽക്കുന്ന കാരണം ചെറിയൊരു ഡിഫൻഡർ ചായയുമുണ്ട്. ടെയിൽ ലാമ്പ് ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെയുള്ള ഒരു ഫുൾ വിഡ്ത്ത് ആയിട്ടുള്ളൊരു യൂണിറ്റാണ്. ലുക്സ് വെരി നീറ്റ്. അതുപോലെ തന്നെ റിയർ വൈപ്പറൊക്കെ സ്പോയിലറിൻ്റെ ഉള്ളിൽ ഹിഡൻ ആയതുകൊണ്ട് ഒരു ക്ലീൻ ലുക്ക് ഉണ്ട്. ആൻഡ് ഒറിജിനൽ സീറയായിട്ട് സിമിലാരിറ്റി തോന്നാൻ വേണ്ടി ഫ്രണ്ടിൽ വലിയൊരു ഗ്രില്ല് പോലത്തെ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലോസ് ബ്ലാക്കിലുള്ള ഒരു ട്രിമ്മാണ് സീറ എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. ഐ തിങ്ക് എൻ്റെ EV വരുമ്പോഴത്തേക്ക് അതൊരു ബോഡി കളർ ട്രിം ആയിരിക്കും, കുറേ കൂടിയും ക്ലീനർ ഡിസൈൻ ആയിരിക്കും. നമ്മൾ ആ കോൺസെപ്റ്റിലൊക്കെ കണ്ട പോലെ ഫ്രണ്ടും ബാക്കും തമ്മിൽ കുറേ കൂടി സിമിലാരിറ്റി നമുക്ക് അന്നേരം തോന്നും. ആസ് ഓഫ് നൗ കുറേ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആ ഒരു ട്രിം കാരണം നമുക്ക് മിസ്സാവുന്നുണ്ട്. ഇപ്പോൾ ഹെഡ് ലാംപ്സ് ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇൻഡസ്ട്രിയിലെ ഏറ്റവും ചെറിയ ഹെഡ് ലാംപ്സ് ആണെന്നാണ് ടാറ്റ പറയുന്നത്. ഹെഡ് ലാമ്പ് മാത്രമേ ചെറുതുള്ളൂ. അതിൻ്റെ ബാക്കിലുള്ള ഡ്രൈവറും അതിൻ്റെ ഹീറ്റ് സിങ്കും യൂണിറ്റ്സ് ഒക്കെ ഭയങ്കര വലുതാണ് ബമ്പറിൻ്റെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ആ ഒരു പുറത്ത് കാണുന്ന എലമെൻറ്റ് വളരെ ചെറുതാണ്. ഹെഡ് ലാംപ്സ് ചെറുതാണെങ്കിലും DRL വളരെ വലുതാണ്. ഫുൾ വിഡ്ത്ത് വരുന്നുണ്ട്. നല്ല ഒരു വലിയൊരു യൂണിറ്റാണ്. യൂഷ്വലി 3 പീസായിട്ട് ഉണ്ടാക്കാറ്. റീപ്ലേസ് ചെയ്യാൻ എളുപ്പമാണ്, ഷിപ്പ് ചെയ്യാൻ എളുപ്പമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷേ ടാറ്റ ഈ ഒരു വണ്ടിയിൽ ആ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ദേ ഹാവ് ഗോൺ ഫോർ 1 ഫുൾ വിഡ്ത്ത് LED സ്ട്രിപ്പ്. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ വീൽസും ഈ ഒരു വണ്ടിക്ക് അവകാശപ്പെടാവുന്നതാണ്. 19 ഇഞ്ചസ് ആണ്.
സാധാരണ നമ്മൾ 18 ഇഞ്ചൊക്കെയാണ് ക്രെറ്റ, സെൽറ്റോസ് അങ്ങനത്തെ വണ്ടികളിലൊക്കെ കണ്ടേക്കുന്നത്. പക്ഷേ ടാറ്റ ഹാസ് ഗോൺ 1 സ്റ്റെപ്പ് എബവ്, വിച്ച് ഈസ് ഗുഡ്. കാരണം ഈ ഒരു വണ്ടിയുടെ പ്രൊപ്പോർഷൻസും സൈസ് എല്ലാം വെച്ചിട്ട് മാച്ചിങ് ആയിട്ടുള്ള വീൽസ് വേണമെന്നുണ്ടെങ്കിൽ യു നീഡ് 19 ഇഞ്ചസ്. 225, 55, 19 MRF ഇക്കോ ട്രെഡ് ടയേഴ്സാണ് ഇപ്പോൾ ഈ ഒരു വണ്ടിയിലുള്ളത്. ടയർ മാറാൻ പോകുമ്പോൾ വിവരം അറിയും. പക്ഷേ എന്നാലും ഇതുപോലെ കുറേ OEMs ഒക്കെ ഇതുപോലത്തെ ടയേഴ്സൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഓർഡർ കൊടുക്കുമ്പോൾ നാച്ചുറലി ആ ഒരു സൈസ് ടയറുകളുടെയൊക്കെ, വലിയ ടയറുകളുടെയൊക്കെ വില കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീലിൻ്റെ ഡിസൈൻ അത്ര വലിയ ഭംഗിയൊന്നുമില്ല. എനിക്ക് ഒറിജിനൽ സീറ കോൺസെപ്റ്റിലൊക്കെ കാണിച്ച ആ ഒരു വീലിൻ്റെ ഡിസൈൻ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. പക്ഷേ ടാറ്റ ഓൾറെഡി അത് സഫാരിയിലും ഹാരിയറിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇതിന് ദേ ഹാഡ് ടു കം അപ്പ് വിത്ത് സംതിങ് ഡിഫറെൻറ്റ്. ഒരു പ്ലസും ഇൻറ്റുവും കൂടി ക്രിസ് ക്രോസ് ചെയ്ത പോലത്തെ ഒരു ഡിസൈനാണ് കാണാനായിട്ട്. ബ്ലാക്കും പോളിഷ് ഫേസും ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അവരവിടെ യൂസ് ചെയ്തേക്കുന്നത്. കുറച്ചൊരു EVയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഡിസൈനായിട്ടാണ് നമുക്ക് ആ ഒരു കോമ്പിനേഷൻ അതുകൊണ്ട് തോന്നുക. പക്ഷേ ഇറ്റ് ടൈസ് അപ്പ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ ബോഡി. ആ ഒരു ഷാംഫേർഡ് എഡ്ജൊക്കെ ഉള്ള ആ ഒരു പല ഭാഗങ്ങളുമായിട്ടും വളരെ സിമിലാരിറ്റി ഉണ്ട്. ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഡിസൈനിൽ നോക്കുകയാണെങ്കിലും ഒരു ക്ലാം ഷെല്ല് പോലത്തെ ഒരു ബോണറ്റ്, അതിൻ്റെ അറ്റത്തൊക്കെ ഷാംഫേർഡ് ആയിട്ടുള്ള പോലത്തെ എൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലെ ഫെൻഡേഴ്സിനും ആ ഒരു ഷാംഫേർഡ് എൻഡ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ കോർണേഴ്സ് ഷാംഫേർഡ് ആണ്. സോ ആ ഒരു ഓവറോൾ ഡിസൈനിൽ ആ ഒരു ബോക്സീസിൽ ഔട്ട്, ആ ഒരു ഡിഫൻഡറിലൊക്കെ കണ്ട പോലത്തെ കുറേ സ്റ്റൈലിംഗ് എലമെൻറ്റ്സ് ഒക്കെ ആയിട്ട് സംഹൗ ഇറ്റ് വർക്ക്സ്. എനിക്ക് ഇതിൻ്റെ സീ പില്ലറിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമായി. കാരണം ഗ്ലാസിൻ്റെ എഡ്ജസ് തമ്മിൽ വേറെ ബീഡിങ്ങും ഇതൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ വിൻഡോൻ്റെ അടിയിലും ആ ഒരു ബീഡിങ് എല്ലാം വളരെ ഉള്ളിലേക്കായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഹാസ് എ ക്ലീനർ ലുക്ക്, പുതിയ ലാൻഡ് റോവറുകളിലൊക്കെ കണ്ട പോലെ. ഗ്രൗണ്ട് ക്ലിയറൻസ് 205 mm ആണ്. അതുപോലെ തന്നെ 405 mm വാട്ടർ വെയ്ഡിങ് ഡെപ്തും ടാറ്റ പറയുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ വേണ്ടതിലും കൂടുതൽ റോഡ് പ്രസൻസ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക്. നമ്മളിപ്പോൾ കാണുമ്പോഴും ഇറ്റ് ലുക്സ് മാസീവ്. നമ്മളിപ്പോൾ ഒരു ക്രെറ്റ, സെൽറ്റോസ് ആ ഒരു സെഗ്മെൻറ്റ് വണ്ടിയാണെന്ന് ആലോചിക്കുമ്പോൾ ദിസ് ലുക്സ് എ ലോട്ട് ബിഗ്ഗർ. 1841 mm വിഡ്ത്ത് ഉണ്ട്, 1715 mm ഹൈറ്റ് ഉണ്ട്, ലെങ്ത് ഈസ് അറൌണ്ട് 4340 mm. അതുപോലെ തന്നെ വീൽ ബേസ് നോക്കുകയാണെങ്കിലും 2730 mm ആണ് വീൽ ബേസ്. ഇപ്പോൾ ഒരു ക്രെറ്റയും സെൽറ്റോസ് ഒക്കെ ഏകദേശം 2610 mm ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആക്സിൽ ടു ആക്സിൽ ഡിസ്റ്റൻസ് ഒക്കെ ഈ ഒരു വണ്ടിയിൽ കൂടുതലുണ്ട്. ഇതിന് വേണ്ടിയിട്ട് അവർ പുതിയൊരു പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. ആർഗോസ് എന്നാണ് അവരതിനെ വിളിക്കുന്നത്. ഓൾ ടെറൈൻ റെഡി, ഓംനി എനർജി, ജോമെട്രി സ്കെയിലബിൾ പ്ലാറ്റ്ഫോം എന്നാണ്. അതെങ്ങനെ ആർഗോസ് ആയെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും എല്ലാ തവണത്തെയും പോലെ അറ്റ്ലസ്, ഒമേഗ, ആൽഫ എന്നൊക്കെ പറയുന്ന പോലെ കിടിലം പേരാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന് ഇട്ടേക്കുന്നത്. ഇത് 4.3 to 4.6 മീറ്ററിൻ്റെ ഇടയിൽ വരുന്ന വണ്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. സോ യു ഹാവ് ദ അറ്റ്ലസ് കർവിലുള്ള ആ ഒരു പ്ലാറ്റ്ഫോം വിച്ച് ഈസ് അപ് ടു 4.3 മീറ്റേഴ്സ്. അതിൻ്റെ മുകളിൽ നമുക്ക് ലാൻഡ് റോവർ D80 നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ആ ഒരു ഒമേഗ ആർക്ക് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. രണ്ടിൻ്റെ ഇടയിലുള്ള വണ്ടികൾക്കാണ് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. സിയറ ഈസ് ദ ഫസ്റ്റ് വൺ ടു ഗെറ്റ് ദാറ്റ്. ഇനി കുറേ വണ്ടികൾ ആ ഒരു പ്ലാറ്റ്ഫോമിന് ബേസ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ടാറ്റ പറയുന്നത്. കുറേയും കൂടിയും ഹൈ സ്ട്രെങ്ത് സ്റ്റീലുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് ഹൈ സ്ട്രെങ്ത് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ക്രാഷ് സേഫ്റ്റി മറ്റേതിലും ഇംപ്രൂവ്ഡ് ആണ്. മൾട്ടിപ്പിൾ എൻജിൻസിന് വേണ്ടി സ്യൂട്ടബിൾ ആണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഉണ്ടാക്കുക, കോസ്റ്റ് എഫക്റ്റീവ് ആക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഒബ്ജക്റ്റീവ്സ്. പക്ഷേ ഈ ഒരു വണ്ടി അത്ര ലൈറ്റ് വെയിറ്റ് ഒന്നുമല്ല. ദിസ് വെയ്സ് അറൌണ്ട് 1400 kilograms. അറ്റ്ലസ് വെച്ച് നോക്കുമ്പോൾ കുറേ കൂടി വൈഡറാണ് ഈ ഒരു പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ ടോപ്പ് മൗണ്ട്സിൻ്റെ പൊസിഷനിങ് ഒക്കെ കുറച്ചുകൂടി ബാക്കിലേക്കാണ്. സോ യുവർ ഫ്രണ്ട് സസ്പെൻഷൻ ഹാസ് എ ബിറ്റ് മോർ റൈറ്റ്. അതുപോലെ തന്നെ ഫയർ വാളിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്, ഫ്ലോർ പാൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ടേക്ക് മൾട്ടിപ്പിൾ സൈസസ്. ഈ ഒരു ഫ്ലോർ പാൻ പല സൈസിൽ വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് സെൻട്രൽ ടണൽ വരാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിനൊരു ഓൾ വീൽ ഡ്രൈവിനുള്ള പോസിബിലിറ്റി റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഉള്ളിലേക്ക് വരുമ്പോൾ യു ഗെറ്റ് എ കംപ്ലീറ്റ്ലി ന്യൂ ഡാഷ്ബോർഡ്. ഇതുവരെ കണ്ട ടാറ്റ വണ്ടികളിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പോലത്തെ ഒരു ഡാഷ്ബോർഡാണ്. യു ഗെറ്റ് എ ട്രിപ്പിൾ സ്ക്രീൻ ലേ ഔട്ട്. ഇതിൻ്റെ ഒറിജിനൽ ഡിസൈനിൽ നമുക്ക് ഈ വണ്ടിക്ക് ഡ്യുവൽ സ്ക്രീൻ ലേ ഔട്ടാണ് ടാറ്റ ഉദ്ദേശിച്ചിരുന്നത്. ഇവിടെ റിസർച്ച്ഡ് ആയിട്ടുള്ള പോലത്തെ ഒരു സ്ക്രീനും, അതുകൊണ്ടാണ് ഇവിടെ ഒരു ബിനക്കിൾ പോലെ ഒരു സംഭവം വന്നേക്കുന്നത്. അത് കുറച്ച് ഉള്ളിലേക്കായിട്ട് വെക്കാനായിട്ട് നെക്സോണിലൊക്കെ കണ്ട പോലെ. അതുകൂടാണ്ട് ഇവിടെ ഈ ഒരു AC വെൻറ്റിൻ്റെ കറക്റ്റ് മുകളിലായിട്ട് വരുന്ന വേറൊരു സ്ക്രീനുമാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീടാണ് അവർ ഈ ഒരു വലിയൊരു പാനലും അത് കഴിഞ്ഞിട്ടൊരു ട്രിപ്പിൾ സ്ക്രീൻ ലേ ഔട്ടിലേക്കും പോയത്. അപ്പോൾ അവിടെ ഒരു എക്സ്ട്രാ പാസഞ്ചർ ഡിസ്പ്ലേയും കൂടിയും കൊടുത്തു. അത് ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കുറച്ചും കൂടി മൾട്ടിമീഡിയ, എൻ്റർടൈൻമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ക്രീൻ കൊടുത്തേക്കുന്നത്. അത് ബേസിക്കലി ഒരു ടാബാണ്, അവിടെ എക്സ്ട്രാ ആഡ് ഓൺ പോലെ വന്നതാണ്. അതിൽ നമുക്ക് ഗെയിം കളിക്കാനായിട്ടൊരു ജോയ്സ്റ്റിക് കൺട്രോളറൊക്കെ ടാറ്റ കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലായിട്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് പെയ്ഡ് ആയിട്ടുള്ളൊരു പെയർ ഓഫ് ഹെഡ്ഫോൺസും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വണ്ടിയിൽ. വേറെ വെഹിക്കിൾ കൺട്രോൾസും ഫംഗ്ഷൻസും ഒന്നും അതിലില്ല. ദാറ്റ്സ് ഓൾ ഡൺ ത്രൂ ദ സെൻട്രൽ സ്ക്രീൻ. അതേപോലെ തന്നെ ഡ്രൈവർ ഡിസ്പ്ലേ കുറച്ച് ചെറുതാണ്. ദിസ് ഈസ് 10 inch, മറ്റേത് രണ്ടും 12.3 inch ആണ്. വിച്ച് ഈസ് ഓക്കെ. കാരണം വലിപ്പം കൂടുതലുണ്ടെങ്കിലും സ്റ്റിയറിംഗ് ആയിട്ട് കവേർഡായി പോകുന്നതിൽ നല്ലതാണ്. ഇറ്റ്സ് എ സ്മോൾ സ്ക്രീൻ. നമുക്ക് ബെസൽസ് കാണാൻ പറ്റും ബിക്കോസ് ദ സ്ക്രീൻസ് ആർ നോട്ട് AMOLED. പക്ഷേ എന്നാലും കോൺട്രാസ്റ്റ് റേഷ്യോ ഒക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൺലൈറ്റ് അടിക്കുമ്പോഴും റീഡബിലിറ്റി ഒന്നും അഫക്റ്റഡ് അല്ല. ആൻഡ് മെനൂസ് ഒക്കെ കുറേ കൂടിയും സ്ലിക്കാണ്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറേയധികം ഫംഗ്ഷനാലിറ്റി ഉണ്ട്. ആ ഒരു യൂഷ്വൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോനൊക്കെ പുറമെ ഇൻ്റഗ്രേറ്റഡ് നാവിഗേഷൻ വരുന്നുണ്ട്. മാപ്സ് ഒക്കെ നമുക്ക് ഇതിൽ തന്നെ ലോഡ് ചെയ്യാം, ഫോൺ കണക്ട് ചെയ്തില്ലെങ്കിലും. മാപ്പ് മൈൻഡിയാണ് അതിൻ്റെ പ്രൊവൈഡർ.
അതേപോലെ ആമസോൺ അലക്സ ഇൻ്റഗ്രേഷൻ ഉണ്ട്. അതുകൂടാണ്ട് ഒരു 12 സ്പീക്കർ JBL ഓഡിയോ സിസ്റ്റം ഉണ്ട്. ഡോൾബി അറ്റ്മോസ് സർട്ടിഫൈഡ് ആണ്. ഇതിൻ്റെ സ്പീക്കർ പ്ലേസ്മെൻറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഡാഷ്ബോർഡിൽ ഈ കാണുന്ന ഈ ഗ്രേ കളറിലുള്ള ഈ ഒരു അപ്ലിക്ക് ആക്ച്വലി ഒരു സൗണ്ട് ബാർ ആണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 ഡ്രൈവേഴ്സ് കിട്ടുന്നുണ്ട്. ഡാഷ്ബോർഡിൽ മുകളിലൊരു സെൻറ്റർ ചാനലും ഉണ്ട്, ബാക്കിലൊരു സബ് വൂഫറും ഉണ്ട്. സൗണ്ട്സ് റിയലി ഗുഡ്. നല്ല പഞ്ചി ആയിട്ടുള്ള ബേസ് ഒക്കെയാണ് ഇതിൻ്റെ. ഡോൾബി ഡെമോ മോഡ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി മനസ്സിലാവും. ഡ്യുവൽ സോൺ AC വരുന്നുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് 2 USB-C ഔട്ട്ലെറ്റ്സ് ഉണ്ട്. വൺ ഓഫ് ദം ഈ 60 വാട്ട്സ്. താഴെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു കൺസോൾ വരുന്നുണ്ട്. അതിൽ നമുക്ക് വയർലെസ് ചാർജിങ്ങിനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇവിടെ ഒരു സ്ലൈഡിംഗ് ആം റെസ്റ്റ് ഉണ്ട്. സീറ്റ്സ് ഒക്കെ നല്ല കംഫർട്ടബിൾ ആണ്, നല്ല വൈഡ് ആണ്. ഇറ്റ് ക്യാൻ ഫിറ്റ് മോസ്റ്റ് ഫ്രെയിംസ്. ഈ 2 സീറ്റ്സും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ വെന്റിലേഷൻ ഫംഗ്ഷൻ ഉണ്ട്. നല്ല അപ്രൈറ്റ്, നല്ല പൊസിഷനാണ്. യു ക്യാൻ സീ ഔട്ട് ഓഫ് ഇറ്റ് പ്രോപ്പർലി. നല്ല വിസിബിലിറ്റി ഉണ്ട് ഓൾ അറൗണ്ട്. വലിയ മിറേഴ്സ് ആണ്. എർഗണോമിക്സ് ഒക്കെ നല്ലതാണ്. സ്റ്റിയറിംഗ് വീൽ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. നമ്മൾ സഫാരിയിലും ഹാരിയറിലൊക്കെ കണ്ട ആ സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ഡാഷ്ബോർഡിൻ്റെ ഓവറോൾ ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഈ ഒരു അപ്ലിക്കും അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സൂര്യൻ മുഖത്തേക്ക് നല്ല ബ്രൈറ്റ് ആയിട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ യു ഹാവ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സൺവൈസേഴ്സ് ഇൻ ദി ഇൻഡസ്ട്രി. ഓൾറെഡി നല്ല വലിപ്പമുള്ളൊരു സൺവൈസറാണ്. അത് കൂടാണ്ട് ഇവിടെ ഒരു എക്സ്റ്റെൻഡബിൾ എക്സ്ട്രാ ബിറ്റും കൂടിയും കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് റിയലി ക്ലെവർ. ഡ്രൈവ് മോഡ് സെലക്ടറും ടെറൈൻ സെലക്ടറൊക്കെ നമുക്ക് ഈ ഒരു സൈഡിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു പാനൽ വന്നിട്ടുണ്ട്. ഡോർ പാഡ്സിനൊക്കെ സെൻട്രൽ കൺസോളിൽ കണ്ട പോലത്തെ ആ ഒരു ഫ്ലോട്ടിംഗ് ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു പവർ വിൻഡോ ബട്ടൺസ് ഒക്കെ ഇരിക്കുന്ന ഈ ഒരു കൺസോൾ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് എയറിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഡോർ വലിച്ചടക്കാനൊക്കെ ഇതൊരു ഹാൻഡിലായിട്ട് വർക്ക് ചെയ്യും. പവർ വിൻഡോ സ്വിച്ചസ് ഒക്കെ വളരെ മിനിമലിസ്റ്റിക് ആണ്. അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് മിററിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. യൂഷ്വൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഒരു കൺട്രോൾ സ്റ്റോക്കാണ് നമ്മൾ സാധാരണ ടാറ്റയിൽ കാണുന്ന പോലെ. പക്ഷേ അതിൻ്റെ ചുറ്റും ഒരു മൗസിൻ്റെ പോലത്തെ ഒരു ടോഗിൾ പാനൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോർണർ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മിറർ ക്ലോസ് ആവും. ഓടുന്ന സമയത്തൊക്കെ അറിയാണ്ട് കൈ തട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ക്ലോസ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരിക്കലും പാടില്ല ഓടുന്ന സമയത്ത് മിറർ ക്ലോസ് ചെയ്യണത്. മിക്കവാറും വണ്ടികളിലൊന്നും അത് സംഭവിക്കാറില്ല. പക്ഷേ ടാറ്റയിൽ സംഭവം ദേ ഹാവ് ഓവർലുക്ക് ദാറ്റ്. ബാക്ക് സീറ്റ് വളരെ നല്ലതാണ്. നല്ല ഹെഡ് റൂമും ലെഗ് റൂമും ഒക്കെ ഉണ്ട്. സീറ്റ് ഫോർവേഡ് ബാക്ക്വേർഡ് മൂവ്മെൻ്റ് ഒന്നുമില്ല, ഇറ്റ്സ് ഫിക്സ്ഡ്. പക്ഷേ എന്നാലും യു ക്യാൻ റിക്ലൈൻ ഇറ്റ് സ്ലൈറ്റ്ലി. അതുപോലെ തന്നെ മിഡിൽ നമുക്ക് ആം റെസ്റ്റ് വരുന്നുണ്ട്. ആൻഡ് മിഡിൽ പാസഞ്ചറിന് ഫ്ലാറ്റ് ഫ്ലോർ ആയതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. AC വെൻസ് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ലെഗ് റൂം വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ സീറ്റ് നീക്കാനായിട്ട് ഈ ഒരു ബോസ് മോഡും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സീറ്റിൻ്റെ മുകളിൽ നിന്നാണ് ഡിക്കി വരെയുള്ള ഈ ഒരു വലിയൊരു പാനറാമിക് സൺറൂഫ് തുടങ്ങുന്നതും. ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ B പില്ലറിൻ്റെ തിക്നെസ് ആണ്. സിയറയുടെ ആ ഒരു സ്റ്റൈലിംഗ് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ B പില്ലറിൻ്റെ തിക്നെസ് കുറച്ചധികം കൂടിയിട്ടുണ്ട്. ദാറ്റ് അഫക്ട്സ് യുവർ വിസിബിലിറ്റി എ ലിറ്റിൽ ബിറ്റ്. ഫുഡ് സ്പേസ് 622 ലിറ്റേഴ്സ് ആണ്. 60-40 സ്പ്ലിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പാർസൽ ട്രേ വേണമെങ്കിൽ നമുക്ക് ഊരിയിട്ട് ബാക്ക് സൈഡിൻ്റെ പിന്നിൽ ഇങ്ങനെ വെക്കാൻ പറ്റും. സ്പെയർ വീല് വണ്ടിയുടെ അടിയിലാണ് മൗണ്ട് ചെയ്തേക്കുന്നത്. ചിലർക്ക് ഇൻകൺവീനിയൻസ് ആയിട്ടൊക്കെ തോന്നും, കാരണം ഒരു സ്ലോട്ടിൽ കൂടെ ഒരു സ്പാനറൊക്കെ ഇട്ടിട്ട് നമ്മൾ പതുക്കെ ലോവർ ചെയ്യണം എന്നുള്ളത് വെച്ചിട്ട്. പക്ഷേ ഒരു ഹൈവേയിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുറേ ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും പഞ്ചർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും എടുത്ത് പുറത്ത് വെക്കാണ്ട് നമുക്ക് സ്പെയർ വീൽ ആക്സസ് ചെയ്യാമെന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കമ്മിങ് ടു ദ എഞ്ചിൻസ്, യു ഹാവ് 3 ചോയ്സസ്. 3ഉം 1.5 ലിറ്റർ ആണ്, 4 സിലിണ്ടർ ആണ്. ബേസ് എഞ്ചിൻ എന്ന് പറയുന്നത് 106 bhp 145 Nm ടോർക്കുള്ള ഒരു എഞ്ചിനാണ്. അത് ആറ്റ്കിൻസൺ സൈക്കിളാണ് റൺ ചെയ്യുന്ന എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട്. സോ സം 30% എഫിഷ്യൻ്റ് ആണ്. ആൻഡ് അൺയൂഷ്വലി ഹൈ കംപ്രഷൻ റേഷ്യോ, 13:1 കംപ്രഷൻ റേഷ്യോ റൺ ചെയ്യുന്നുണ്ട്. യൂഷ്വലി ആ ഒരു സെഗ്മെൻറ്റിലുള്ള ഇപ്പോൾ എലിവേറ്റിൻ്റെയും അല്ലെങ്കിൽ കിയയുടെ ഒക്കെ പെട്രോൾ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ദോസ് ആർ അറൗണ്ട് 10.5:1 കംപ്രഷൻ റേഷ്യോ. ഇത് 13:1 ആണ്. ദെൻ യു ഗെറ്റ് ദിസ് GDA എഞ്ചിൻ, ടർബോ പെട്രോൾ ആണ്. 160 bhp ആൻഡ് 255 Nm ടോർക്ക്. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ക്രയോജെറ്റ് ഡീസൽ എഞ്ചിനാണ്. 118 bhp. അതിൻ്റെ ടോർക്ക് ഔട്ട്പുട്ട്സും ഡിഫറൻ്റ് ആണ്. 260 Nm ഫോർ ദ മാനുവൽ ആൻഡ് 280 Nm ഫോർ ദ ഓട്ടോമാറ്റിക്. ഇതിന് രണ്ടിനും വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ആ ഒരു AC-ൻ്റെ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. വെരി എഫിഷ്യൻറ്റ് യൂണിറ്റ്. ആൻഡ് ഈ ഒരു വണ്ടിയിലും ഇറ്റ് പെർഫോംസ് റിയലി വെൽ. നമുക്ക് ഫ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് പിക്സ് അപ്പ് സ്പീഡ് 60, 70, 80, 90. റിഫൈൻമെൻറ്റ് അത്ര അടിപൊളിയൊന്നുമല്ല, പക്ഷേ ഇറ്റ്സ് എ റിലേറ്റീവ്ലി സ്മൂത്ത് യൂണിറ്റ്. ഗിയർ ബോക്സിൻ്റെ ഷിഫ്റ്റ്സ് ഒക്കെ ഇംപെർസെപ്റ്റബിൾ ആണ്. ഫ്യൂൽ എഫിഷ്യൻസിയും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാനൊരു 106 കിലോമീറ്ററായി ഓടിക്കുന്നു. ഇറ്റ്സ് ഷോയിങ് അറൗണ്ട് 14.3 km/ലിറ്റർ. നമുക്ക് ഇതിൻ്റെ ആക്സലേഷൻ കൂടി ഒന്ന് നോക്കാം. നമുക്ക് സ്പോർട്ട് മോഡിലിടാം. ആൻഡ് ടോർക്ക് ബിൽഡ് കൊടുത്തു. ലോഞ്ചിങ് ഇൻ 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 105, 110, 116, 120. സ്ട്രേറ്റ് ലൈൻ പെർഫോമൻസ് ഇസ് റിയലി സ്ട്രോങ്. നല്ല മിഡ് റേഞ്ച് ഉണ്ട്. പ്ലെൻറ്റി ഓഫ് പാസിംഗ് പവർ ഉണ്ട്. ചെറിയ വൈബ്രേഷൻസ് ഒക്കെ നമുക്ക് ത്രോട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് റിയലി ബാഡ്. നമുക്കൊന്ന് ബ്രേക്കിങ്ങും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഡൂയിങ് 113 ഹിയർ. ബ്രേക്ക്.
സോ പെഡൽ ഇത്തിരി സ്പഞ്ചിയാണ്, പക്ഷേ ഇറ്റ് സ്റ്റോപ്സ് റിയലി വെൽ. ഞാനിവിടെ ഡോറിൽ വെച്ചിരുന്ന വാട്ടർ ബോട്ടിൽ ചാടിപ്പോയിട്ട് അവിടെ ആക്സിലേറ്റർ പെഡലിൻ്റെ അടിയിൽ സ്റ്റക്കായിട്ടുണ്ട്. സോ ഇറ്റ്സ് എ സേഫ്റ്റി ഫീച്ചർ. നമുക്കിപ്പോൾ ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റുന്നില്ല, നമ്മുടെ ടോപ്പ് സ്പീഡ് 40യുടെ അടുത്താണ്. സോ ഇനി സ്പീഡിൽ ഓടിക്കേണ്ടതെന്നാണ് വണ്ടി പറയുന്നത്. ബ്രേക്കിൻ്റെ അടിയിലാണെങ്കിലേ ഹസാർഡ് ആവുന്നുള്ളൂ. ഓൾസോ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഒക്കെ വളരെ നല്ലതാണ്. സ്റ്റിയറിംഗ് ഒരു ഇച്ചിരി കൂടി ലൈറ്റാണ് നമ്മൾ സാധാരണ മുന്നേ കണ്ടിട്ടുള്ളതിലും, പക്ഷേ ഫീൽ ഈസ് റിയലി ഗുഡ്. നമ്മൾ സഡൻ ഡയറക്ഷൻ ചേഞ്ചസ് ഒക്കെ വരുന്ന സ്ഥലത്തൊക്കെ ഇറ്റ്സ് റിയലി അണ്ടർ കൺട്രോൾ. നല്ലൊരു ബോഡി കൺട്രോളൊക്കെ ഉണ്ട്. ഗ്രിപ്പ് ഈസ് റിയലി ഗുഡ്. അതുപോലെ തന്നെ ബാഡ് റോഡ്സ് ഒക്കെ ടാക്കിൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഈ ഒരു 19 ഇഞ്ച് വീൽസ് വരുമ്പോൾ നമ്മൾ റൈഡ് കുറച്ച് സ്റ്റിഫായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ ഹാർഡ് എഡ്ജസിലല്ലാണ്ട് ദ സസ്പെൻഷൻ ഡസ് എ റിയലി ഗുഡ് ജോബ്. ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമ്പേഴ്സ് ആണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. സോ റൈഡ് ക്വാളിറ്റി ഈസ് റിയലി വെൽ കാലിബ്രേറ്റഡ്. ഇവിടെ ഒരു ബാഡ് പാച്ച് ഉണ്ട്, നോട്ട് ബാഡ്. അപ്പോൾ അതൊക്കെയാണ് പുതിയ ടാറ്റ സിയറയുടെ പ്രത്യേകതകൾ. ടാറ്റ പറയുന്ന പോലെ ഒറിജിനൽ സിയറ അത്ര വലിയ ലെജൻഡ് ഒന്നും ആയിരുന്നില്ല. ആ ഒരു ഇന്ത്യയുടെ ആദ്യത്തെ SUV എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇറ്റ് വാസ് ജസ്റ്റ് അനദർ കാർ. സ്ലോ ആയിരുന്നു, നോയ്സി ആയിരുന്നു, മര്യാദയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല, തുരുമ്പെടുക്കുമായിരുന്നു, ബാക്ക് സീറ്റിൽ കയറാൻ ബുദ്ധിമുട്ടായിരുന്നു, കയറി കഴിഞ്ഞാൽ ചൂടെടുക്കും എന്നുള്ള വേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടിയിൽ ആ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ആ സിയറ എന്നുള്ളൊരു പേര് അവർ ബാങ്ക് ഓൺ ചെയ്യാൻ ശ്രമിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ദിസ് ഇസ് എ ഗുഡ് കാർ ഇൻ ഇറ്റ്സ് ഓൺ റൈറ്റ്. ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റു വണ്ടികൾക്ക് ഇല്ലാത്ത കുറേയധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. ബിൽഡ് ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ടാറ്റയുടെ സർവീസും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ഐ തിങ്ക് ഈസ് എ റിയലി ഗുഡ് കാർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുള്ളതും നിങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് സിയറ ആയിരിക്കുമോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.